2024 മെയ്യിൽ 100-ാം സമാധി വാർഷിക ദിനം ആചരിക്കുന്ന നവോത്ഥാന നായകൻ ആര്? ചട്ടമ്പി സ്വാമികൾ. 2024 മെയ്യിൽ 100-ാം സമാധി വാർഷിക ദിനം ആചരിക്കുന്നത് ചട്ടമ്പി സ്വാമികളുടേതാണ്. 2024 ഏപ്രിൽ സൗദി അറേബ്യയിൽ സ്ഥിരീകരിച്ച COVID-19 വൈറസിന് സമാനമായ വൈറസ് രോഗം ഏത്? മെർസ് ആണ് 2024 ഏപ്രിലിൽ സൗദി അറേബ്യയിൽ സ്ഥിരീകരിച്ച COVID-19 വൈറസിന് സമാനമായ വൈറസ് രോഗം. മെർസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യമാണ് സൗദി അറേബ്യ. 2012 സൗദി അറേബ്യയിലാണ് മെർസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഗാസയിലെ യുദ്ധത്തിൻ്റെ തീക്ഷ്ണത ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടിയ മാധ്യമങ്ങൾക്ക് 2024 പുലിസ്റ്റർ സമ്മാനം. ഹമാസ് ആക്രമണത്തെക്കുറിച്ചും ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തെക്കുറിച്ചും സമഗ്രമായി വാർത്ത നൽകിയതിനാണ് മാധ്യമങ്ങൾക്ക് 2024 പുലിസ്റ്റർ സമ്മാനം ലഭിച്ചത്. ഗാസയിലെ യുദ്ധത്തിൻ്റെ തീക്ഷ്ണത ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയ മാധ്യമങ്ങൾക്കാണ് 2024 പുലിസ്റ്റർ സമ്മാനം. അന്താരാഷ്ട്ര റിപ്പോർട്ടിംഗ് വിഭാഗത്തിലെ പുരസ്കാരം ന്യൂയോർക്ക് ടൈംസിനാണ്. അന്താരാഷ്ട്ര റിപ്പോർട്ടിംഗ് വിഭാഗത്തിലെ പുരസ്കാരം ന്യൂയോർക്ക് ടൈംസ്. ബ്രേക്കിംഗ് ന്യൂസ് ഫോട്ടോഗ്രാഫി വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് റോയിട്ടേഴ്സ് ആണ് ബ്രേക്കിംഗ് ന്യൂസ് ഫോട്ടോഗ്രാഫി വിഭാഗത്തിൽ പുരസ്കാരം നേടിയത്. സാഹിത്യ വിഭാഗത്തിൽ ജെയിൻ ആൻഡ് ഫിലിപ്സ് നൈറ്റ് വാച്ച് എന്ന നോവലിന് ജെയിൻ ആൻഡ് ഫിലിപ്സിനാണ് സാഹിത്യ വിഭാഗത്തിലെ പുരസ്കാരം ലഭിച്ചത്. ഗാസയിലെ യുദ്ധത്തിൻ്റെ തീക്ഷ്ണത ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയ മാധ്യമങ്ങൾക്കാണ് 2024 പുലിസ്റ്റർ സമ്മാനം. അന്താരാഷ്ട്ര റിപ്പോർട്ടിംഗ് വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് ന്യൂയോർക്ക് ടൈംസിനും ബ്രേക്കിംഗ് ന്യൂസ് ഫോട്ടോഗ്രാഫി വിഭാഗത്തിൽ റോയിട്ടേഴ്സിനും സാഹിത്യ വിഭാഗത്തിലെ പുരസ്കാരം ജെയിൻ ആൻഡ് ഫിലിപ്സിനാണ് നൈറ്റ് വാച്ച് എന്ന നോവലിന്. 2024 ബംഗാൾ ഗവേണേഴ്സ് അവാർഡ്സ് ഓഫ് എക്സലൻസ് ലഭിച്ച മലയാള ചലച്ചിത്ര താരമാണ് ജഗതി ശ്രീകുമാർ. ജഗതി ശ്രീകുമാറിനാണ് 2024 ബംഗാൾ ഗവേണേഴ്സ് അവാർഡ്സ് ഓഫ് എക്സലൻസ് ലഭിച്ച മലയാള ചലച്ചിത്ര താരം. 2024 മെയ്യിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ ചെസ് ഇൻ്റർനാഷണൽ മാസ്റ്റർ ആര്? വർഗീസ് കോശിയാണ് 2024 മെയ്യിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ ചെസ് ഇൻ്റർനാഷണൽ മാസ്റ്റർ. ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ ആകുന്നതിന് മുമ്പുള്ള പദവിയാണ് ഇൻ്റർനാഷണൽ മാസ്റ്റർ. കേരളത്തിൽ നിന്നുള്ള ആദ്യ അന്താരാഷ്ട്ര ചെസ് ഗ്രാൻഡ് മാസ്റ്ററാണ് ഗീതാ നാരായൺ ഗോപാൽ. ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ ആകുന്നതിന് മുമ്പുള്ള പദവിയാണ് ഇൻ്റർനാഷണൽ മാസ്റ്റർ. കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര ചെസ് ഗ്രാൻഡ് മാസ്റ്ററാണ് ഗീതാ നാരായൺ ഗോപാൽ. 2024 മെയ്യിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ ചെസ് ഇൻ്റർനാഷണൽ മാസ്റ്ററാണ് വർഗീസ് കോശി. ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ്റെ 2025 ലോക ജൂനിയർ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യയാണ്. 2025 ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ്റെ ലോക ജൂനിയർ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യയാണ്. ഐക്യരാഷ്ട്ര സംഘടന ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കുന്നത് മെയ് 25 മെയ് 25 ഐക്യരാഷ്ട്ര സംഘടന ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കുന്നത് മെയ് 25. അടുത്തിടെ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിലെ കണ്ടെത്തിയ പുതിയ ഇനം മീനുകൾ ഏതൊക്കെയാണ്? അബ്ലന്നസ് ഗ്രേസാലി, അബ്ലന്നസ് ജോസ് ബെർഗ്മെൻസിസ്. അബ്ലന്നസ് ഗ്രേസാലി, അബ്ലന്നസ് ജോസ് ബെർഗ്മെൻസിസ് എന്തൊക്കെയാണിത്? അടുത്തിടെ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൽ കണ്ടെത്തിയ പുതിയ ഇനം മത്സ്യങ്ങളാണ്. $10,000 കോടി പ്രവാസി പണം നേടുന്ന ആദ്യ രാജ്യമെന്ന നേട്ടം സ്വന്തമാക്കിയത് ഇന്ത്യയാണ്. $10,000 കോടി പ്രവാസി പണം നേടുന്ന ആദ്യ രാജ്യമാണ് ഇന്ത്യ. കമുകുറ ഫൗണ്ടേഷൻ്റെ 2024 കമുകുറ സംഗീത പുരസ്കാരത്തിന് അർഹനായത് ജെറി അമൽദേവ് ആണ് 2024 കമുകുറ സംഗീത പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ജെറി അമൽദേവ്. അടുത്തിടെ തിരുവിതാംകൂർ മലബാർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ പൂജാതി കർമ്മങ്ങളിൽ നിന്നും ഒഴിവാക്കിയ പുഷ്പം ഏതാണ്? അരളി. അരളിയുടെ ശാസ്ത്രീയ നാമമാണ് നീരിയം ഒലിയാൻഡർ. നീരിയം ഒലിയാൻഡർ എന്നത് അരളിയുടെ ശാസ്ത്രീയ നാമമാണ്. അടുത്തിടെ തിരുവിതാംകൂർ മലബാർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ പൂജാതി കർമ്മങ്ങളിൽ നിന്നും ഒഴിവാക്കിയ പുഷ്പമാണ് അരളി. എന്താണ് ശാസ്ത്രീയ നാമം? നീരിയം ഒലിയാൻഡർ. ONV കൾച്ചറൽ അക്കാദമിയുടെ സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് പ്രതിഭ റായ്. 3 ലക്ഷം രൂപയാണ് പുരസ്കാര തുക. ONV കൾച്ചറൽ അക്കാദമിയുടെ സാഹിത്യ പുരസ്കാരത്തിന് അർഹയായതാണ് പ്രതിഭ റായ്. ONV യുവ സാഹിത്യ പുരസ്കാര ജേതാവ് ദുർഗ പ്രസാദാണ്. രാത്രിയിൽ
അച്ചാങ്കാര എന്ന കവിതാ സമാഹാരത്തിന്. രാത്രിയിൽ അച്ചാങ്കാര എന്നത് ആരുടെ കവിതാ സമാഹാരമാണ്? ദുർഗാപ്രസാദിൻ്റെ കവിതാ സമാഹാരമാണ് രാത്രിയിൽ അച്ചാങ്കര. ONV യുവ സാഹിത്യ പുരസ്കാര ജേതാവാണ് ദുർഗാപ്രസാദ്. ONV കൾച്ചറൽ അക്കാദമിയുടെ സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? പ്രതിഭ റായ്ക്ക് ONV കൾച്ചറൽ അക്കാദമിയുടെ സാഹിത്യ പുരസ്കാരവും രാത്രിയിൽ അച്ചാങ്കാര എന്ന കവിതാ സമാഹാരത്തിന് ദുർഗാപ്രസാദിന് ONV യുവ സാഹിത്യ പുരസ്കാരമാണ് ലഭിച്ചത്. അടുത്തിടെ പ്രകാശനം ചെയ്ത ക്വാണ്ടം ബോഡി ദ ന്യൂ സയൻസ് ഓഫ് ലിവിങ് എ ലോങ്ങർ ഹെൽത്തിയർ മോർ വൈറ്റൽ ലൈഫ് എന്ന പുസ്തകം രചിച്ചതാരാണ്? ദീപക് ചോപ്രയുടെ പുസ്തകമാണ് ക്വാണ്ടം ബോഡി ദ ന്യൂ സയൻസ് ഓഫ് ലിവിങ് എ ലോങ്ങർ ഹെൽത്തിയർ മോർ വൈറ്റൽ ലൈഫ്. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാകുന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ലോകത്തിൽ ആദ്യമായി ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നത്. സിയാൽ. 2024 25ാമത് പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ വ്യക്തിയാണ് റഫീഖ് അഹമ്മദ്. 2024 25ാമത് പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? റഫീഖ് അഹമ്മദ്. 2024 25ാമത് പത്മപ്രഭ പുരസ്കാരം റഫീഖ് അഹമ്മദിനാണ് ലഭിച്ചത്. 2023 24ാമത് പത്മപ്രഭ പുരസ്കാര ജേതാവാരായിരുന്നു? സുഭാഷ് ചന്ദ്രൻ. 2023 24ാമത് പത്മപ്രഭ പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രനും 2024 25ാമത് പത്മപ്രഭ പുരസ്കാര ജേതാവാരാണ്? റഫീഖ് അഹമ്മദുമാണ്. പാകിസ്ഥാൻ അതിർത്തിയിലെ നിരീക്ഷണം ശക്തിപ്പെടുത്താൻ കരസേനയ്ക്ക് വേണ്ടി ആഭ്യന്തരമായി നിർമ്മിച്ച ഡ്രോൺ ഏത്? ഹെർമിസ് 900 സ്റ്റാർലൈനർ. ഹെർമിസ് 900 സ്റ്റാർലൈനർ എന്താണ്? പാകിസ്ഥാൻ അതിർത്തിയിലെ നിരീക്ഷണം ശക്തിപ്പെടുത്താൻ കരസേനയ്ക്ക് വേണ്ടി ആഭ്യന്തരമായി നിർമ്മിച്ച ഡ്രോണാണ് ഹെർമിസ് 900 സ്റ്റാർലൈനർ ദൃഷ്ടി 10. ഹെർമിസ് 900 സ്റ്റാർലൈനർ ദൃഷ്ടി 10 എന്താണിത്? പാകിസ്ഥാൻ അതിർത്തിയിലെ നിരീക്ഷണം ശക്തിപ്പെടുത്താൻ കരസേനയ്ക്ക് വേണ്ടി ആഭ്യന്തരമായി നിർമ്മിച്ച ഡ്രോണാണ് ഹെർമിസ് 900 സ്റ്റാർലൈനർ ദൃഷ്ടി 10. ഹെർമിസ് 900 സ്റ്റാർലൈനർ ദൃഷ്ടി 10. രാജ്യത്തെ ആദ്യ സൗരോർജ്ജ ബോട്ട് ഏത്? ഇന്ദ്രയാണ് രാജ്യത്തെ ആദ്യത്തെ സൗരോർജ്ജ ബോട്ട്. 2024 മെയ്യിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പിന് അർഹനായ പ്രശസ്ത എഴുത്തുകാരൻ ആര്? റസ്കിൻ ബോണ്ട്. ഹിമാചൽ പ്രദേശിലെ റസ്കിൻ ബോണ്ടിനാണ് 2024 മെയ്യിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പിന് അർഹനായ പ്രശസ്ത എഴുത്തുകാരനാണ് ആര്? റസ്കിൻ ബോണ്ട്. വേഗ്രൻസ് ഇൻ ദ വാലി, വൺസ് അപ്പോൺ എ മൺസൂൺ ടൈം, ആംഗ്രി റിവർ, സ്ട്രേഞ്ചേഴ്സ് ഇൻ ദ നൈറ്റ്, എ ഫ്ലൈറ്റ് ഓഫ് പീജിയൻസ് തുടങ്ങിയവയാണ് റസ്കിൻ ബോണ്ടിൻ്റെ പ്രധാനപ്പെട്ട രചനകൾ. എന്തൊക്കെയാണ് രചനകൾ? വേഗ്രൻസ് ഇൻ ദ വാലി, വൺസ് അപ്പോൺ എ മൺസൂൺ ടൈം, ആംഗ്രി റിവർ, സ്ട്രേഞ്ചേഴ്സ് ഇൻ ദ നൈറ്റ്, എ ഫ്ലൈറ്റ് ഓഫ് പീജിയൻസ്. 2024 മെയ്യിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പിന് അർഹനായ പ്രശസ്ത എഴുത്തുകാരനായ റസ്കിൻ ബോണ്ടിൻ്റെ പ്രധാനപ്പെട്ട രചനകളാണ് ഇവയൊക്കെ. ജന്മന ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ള കുട്ടികളുടെ ചികിത്സയ്ക്കായുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് ഹൃദ്യം. ജന്മന ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ള കുട്ടികളുടെ ചികിത്സയ്ക്കായുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് ഹൃദ്യം. MK സാനു ഫൗണ്ടേഷൻ നൽകുന്ന 8ാമത് MK സാനു ഗുരുപ്രസാദ പുരസ്കാരത്തിന് അർഹനായതാരാണ്? ഡോക്ടർ എസ് സോമനാഥ്. ഡോക്ടർ എസ് സോമനാഥിനാണ് MK സാനു ഫൗണ്ടേഷൻ നൽകുന്ന 8ാമത് MK സാനു ഗുരുപ്രസാദ പുരസ്കാരത്തിന് അർഹനായത്. സോമനാഥ് ISRO ചെയർമാനാണ് സോമനാഥ്. 2024 മെയ്യിൽ 100ാം സമാധി വാർഷിക ദിനം ആചരിക്കുന്ന നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. 2024 ഏപ്രിലിൽ സൗദി അറേബ്യയിൽ സ്ഥിരീകരിച്ച COVID-19 വൈറസിന് സമാനമായ വൈറസ് രോഗമാണ് മെർസ്. ഗാസയിലെ യുദ്ധത്തിൻ്റെ തീക്ഷ്ണത ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടിയ മാധ്യമങ്ങൾക്ക് 2024 പുലിസ്റ്റർ സമ്മാനത്തിന് അർഹത നേടി. അന്താരാഷ്ട്ര റിപ്പോർട്ടിംഗ് വിഭാഗത്തിൽ ന്യൂയോർക്ക് ടൈംസിനും ബ്രേക്കിംഗ് ന്യൂസ് ഫോട്ടോഗ്രാഫി വിഭാഗത്തിൽ റോയിട്ടേഴ്സിനും സാഹിത്യ വിഭാഗത്തിലെ പുരസ്കാരം ജെയിൻ ആൻഡ് ഫിലിപ്സിനുമാണ് ലഭിച്ചത്. 2024 ബംഗാൾ ഗവേണേഴ്സ് അവാർഡ്സ് ഓഫ് എക്സലൻസ് ലഭിച്ച ചലച്ചിത്ര താരമാണ് ജഗതി ശ്രീകുമാർ.
2024 മെയിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ ചെസ് ഇൻ്റർനാഷണൽ മാസ്റ്ററാണ് വർഗീസ് കോശി. ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ്റെ 2025 ലോക ജൂനിയർ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യയാണ്. ഐക്യരാഷ്ട്ര സംഘടന മെയ് 25 ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കുന്നു. അടുത്തിടെ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൽ കണ്ടെത്തിയ പുതിയ മീനുകളാണ് അബ്ലനസ് ഗ്രേസാലി, അബ്ലനസ് ജോസ്ബെർഗ്-മെൻസിസ്. 10,000 കോടി ഡോളർ പ്രവാസി പഠനം നേടുന്ന ആദ്യ രാജ്യമെന്ന നേട്ടം സ്വന്തമാക്കിയത് ഇന്ത്യയാണ്. കമുകറ ഫൗണ്ടേഷൻ്റെ 2024 കമുകറ സംഗീത പുരസ്കാരത്തിന് അർഹനായത് ജെറി അമൽദേവാണ്. അടുത്തിടെ ക്ഷേത്ര പൂജാതി കർമ്മങ്ങളിൽ നിന്നും ഒഴിവാക്കിയ പുഷ്പമാണ് അരളി. ONV കൾച്ചറൽ അക്കാദമിയുടെ സാഹിത്യ പുരസ്കാരം പ്രതിഭ റായിക്കും ONV യുവ സാഹിത്യ പുരസ്കാര ജേതാവ് ദുർഗാപ്രസാദുമാണ്. ദുർഗാപ്രസാദിൻ്റെ കവിതാ സമാഹാരമാണ് രാത്രിയിൽ അച്ചാങ്കാര. ക്വാണ്ടം ബോഡി ദ ന്യൂ സയൻസ് ഓഫ് ലിവിങ് എ ലോങ്ങർ ഹെൽത്തിയർ മോർ വൈറ്റൽ ലൈഫ് എന്ന പുസ്തകം രചിച്ചത് ദീപക് ചോപ്രയാണ്. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചിയിലെ അന്താരാഷ്ട്ര വിമാനത്താവളം സിയാൽ. 2024 25ാമത് പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് റഫീഖ് അഹമ്മദ്. പാകിസ്ഥാൻ അതിർത്തിയിലെ നിരീക്ഷണം ശക്തിപ്പെടുത്താൻ കരസേനയ്ക്ക് വേണ്ടി അഭ്യന്തരമായി നിർമ്മിച്ച ഡ്രോണാണ് ഹെർമിസ് 900 സ്റ്റാർ ലൈനർ ദൃഷ്ടി 10. ഇന്ദ്രയാണ് രാജ്യത്തെ ആദ്യത്തെ സൗരോർജ്ജ ബോട്ട്. 2024 മെയിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പിന് അർഹനായ പ്രശസ്ത എഴുത്തുകാരനാണ് റസ്കിൻ ബോണ്ട്. ജന്മനാ ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ള കുട്ടികളുടെ ചികിത്സയ്ക്കായുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് ഹൃദ്യം. MK സാനു ഫൗണ്ടേഷൻ നൽകുന്ന 8ാമത് MK സാനു ഗുരുപ്രസാദ് പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ S സോമനാഥാണ്. ഓക്കെ, താങ്ക് യു.